പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ്, പവിത്ര ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചക്കരക്കൽ, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നാട്ടിലും പഞ്ചായത്തിലും ദയനീയമായി തോറ്റതിന് CPM ജില്ലാ സെക്രട്ടറി സ്വന്തം നാട്ടുകാരെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുകയാണെന്ന് കണ്ണൂർ കോർപ്പറേഷൻ UDF നേതാക്കൾ. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഈ ആരോപണം ഉന്നയിച്ചത്. 45 വർഷത്തെ CPM കുത്തക അവസാനിപ്പിച്ച മുണ്ടേരി പഞ്ചായത്തിൽ UDFന് അധികാരം ലഭിച്ചപ്പോൾ സമനില തെറ്റിയ CPM ജില്ലാ സെക്രട്ടറി തെറ്റായ ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ്. 45 വർഷം CPMന് വോട്ട് ചെയ്ത വോട്ടർമാർ അവരുടെ ദുർഭരണത്തിൽ മനമെടുത്ത് UDFന് വോട്ട് ചെയ്തത് CPM ജില്ലാ സെക്രട്ടറിയെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്. നാട്ടുകാരും അയൽവാസികളും എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് പോലും അറിയാത്തയാൾ ജില്ലയിലെ പാർട്ടിയെ എങ്ങനെയാണ് നയിക്കുന്നതെന്നും അവർക്കിടയിൽ തന്നെ ചോദ്യം ഉയർന്നു വരികയാണ്. CPMന് വോട്ട് ചെയ്യുമ്പോൾ മതേതരവാദികളും CPMന് എതിരാകുമ്പോൾ വർഗീയവാദികളും ആക്കുകയാണെന്ന് UDF നേതാവായ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ പറഞ്ഞു. ഇപ്പോഴും ജയം UDFന് ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാദം അത് വിചിത്രമായ വാദമാണ്. വാസ്തവത്തിൽ ആ പ്രദേശം അദ്ദേഹം ജീവിക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ സഹോദര തുല്യമെന്ന് ഒക്കെ വിശേഷിപ്പിക്കുന്ന ആ ആളുകളെ അവർ വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചു എന്നുള്ളതാണ്. തികഞ്ഞ വർഗീയവാദികളാണ് അവിടെയുള്ള ആളുകൾ എന്ന് ആക്ഷേപിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. കാരണം അവിടെ എല്ലാ കാലത്തും ഐക്യത്തോടെ നിന്നു എന്ന് വെച്ചാൽ LDF ജയിച്ചു, LDF പരാജയപ്പെട്ടപ്പോൾ അത് വർഗീയ ചിന്താഗതി കൊണ്ടാണ് അവർ പരാജയപ്പെട്ടതെന്നും UDF ജയിച്ചത് എന്ന് പറയുന്നത് ആ പ്രദേശത്തെ മതനിരപേക്ഷ വിശ്വാസികളായിട്ടുള്ള അവിടുത്തെ ആളുകൾ അവിടെ ബോധപൂർവം ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതിന് അദ്ദേഹം മാപ്പ് പറയണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ആ പ്രദേശത്തെ ജനങ്ങളോട് മാപ്പ് പറയണം. ഇത്രയും കാലം അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ജയിപ്പിച്ച ആളുകളാണ്. കണ്ണൂർ കോർപ്പറേഷനിലെയും മറ്റ് പഞ്ചായത്തുകളിലെയും CPMന്റെയും BJPയുടെയും SDPIയുടെയും വോട്ട് കണക്ക് പരിശോധിച്ചാൽ അവർ തമ്മിലുള്ള അന്തർധാരയല്ല പരസ്യധാര തന്നെ വ്യക്തമാകും. CPMന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന കണ്ണൂർ കോർപ്പറേഷനിലെ കൊക്കേൻപാറ ഡിവിഷനിൽ BJP വിജയിച്ചതും CPM 3ാം സ്ഥാനത്തേക്ക് പോയതും എങ്ങനെയെന്ന് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൊക്കേൻപാറയിൽ നടന്നത് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും ഏറ്റവും താഴ്ന്ന നിലയിൽ 2 തവണ വിജയിച്ച സ്ഥലമാണ് CPM. അപ്പോൾ 3ാം സ്ഥാനത്തേക്കായെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ പകുതി വോട്ട് മാത്രമാണ് ലഭിച്ചത്. തുളിച്ചേരിയിൽ 1028 വോട്ട് കഴിഞ്ഞ തവണയുണ്ട്. അവിടെയാണ് 567 വോട്ടായിട്ട് ചുരുങ്ങുന്നത്. വോട്ട് ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് മുമ്പ് 225 വോട്ട് വരെ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ 89 വോട്ട് മാത്രമാണ്. അത് ആലോചിച്ചാൽ മതി. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJPക്ക് വോട്ട് മറിച്ച് നൽകുന്ന സംവിധാനം അവിടെ ഉണ്ടായി. 2020 തെരഞ്ഞെടുപ്പിൽ 447 വോട്ട് നേടി LDF വിജയിച്ച മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡിൽ ഇത്തവണ LDFന് കിട്ടിയത് വെറും 36 വോട്ടുകളാണ്. അവിടെ LDFന്റെ മുഴുവൻ വോട്ടുകളും ലഭിച്ചത് SDPI സ്ഥാനാർത്ഥിക്കാണ്. 2020 തെരഞ്ഞെടുപ്പിൽ അവിടെ SDPIക്ക് സ്ഥാനാർത്ഥി പോലും ഉണ്ടായിട്ടില്ലെന്നും ഓർക്കണം. ഇത്തരം വർഗീയ കൂട്ടുകെട്ടിനെ അതിജീവിച്ചും അവിടെ UDF വിജയിച്ചുവെന്നും നേതാക്കൾ പറഞ്ഞു. UDF ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം 2020 14 ആയിരുന്നത് 22 ഉയർന്നിട്ടും വോട്ടുകൾ മുഴുവൻ ചോർന്നു പോയിട്ടും നിയമസഭാ മണ്ഡലത്തിൽ ഞങ്ങളാണ് മുന്നിലെന്ന് പറഞ്ഞു നടക്കുന്ന ജില്ലാ സെക്രട്ടറിയെ ഓർത്ത് പരിതപിക്കാനേ നിർവാഹമുള്ളൂ. UDF നേതാക്കളായ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, MP മുഹമ്മദ് അലി, MK മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ്, അഞ്ചരക്കണ്ടി റോഡ്, ചക്കരക്കൽ.